നമസ്കാരം. എല്ലാവർക്കും ഷാബിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസിക്കും. കഴിഞ്ഞ ദിവസത്തെ ഒരു സംശയത്തിന് ലളിതമായിട്ട് ഉത്തരം വന്നിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അത് മറ്റൊന്നുമില്ല, ഞങ്ങൾ ഈ ഷായിസം എന്നൊരു വാക്ക് സംസാരിച്ചു. പലർക്കും അത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. അവരെല്ലാം പലരും ചോദിക്കുന്നത് എന്താണ് ഈ ഷായിസം. അത് വേറൊന്നുമല്ല. തെരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നിവയിൽ സ്വകാര്യ പൊതുമേഖലകളിൽ ജനസംഖ്യക്ക് അടിസ്ഥാനമായി സംവരണം എന്നല്ലെങ്കിൽ എണ്ണം വേണം. അത്രേ ഉള്ളൂ, സിമ്പിളാണത്. അവിടെയാണ് സാമൂഹ്യ നീതി, വോയിസ് ഓഫ് ജസ്റ്റിസ് നടപ്പിലാകുന്നത്. അത് മാത്രമാണ് ഷായിസ്, വേറെ ഒന്നുമില്ല. വേറെ രാജ്യത്തെ കുറ്റമൊന്നുമില്ല. മനസ്സിലാക്കണമല്ലോ, ഈ വ്യാഖ്യാനം വേണ്ടല്ലോ. മറ്റത് ബാബരി മസ്ജിദിൻ്റെ തകർച്ച ഇന്ന് 32ാമത് വർഷം. ഡിസംബർ 6 എല്ലാവരും ഒരു വിഭാഗം മറക്കാൻ ശ്രമിക്കും, മറ്റൊരു വിഭാഗം ഓർക്കാൻ ശ്രമിക്കും. അംബേദ്കറിൻ്റെ ചരമദിനം കൂടിയാണ്. ഏപ്രിൽ 14 ജന്മദിനം, ഡിസംബർ 6 പേരാണ്. ആ ദിവസം നോക്കിയാണ് ബാബരി മസ്ജിദ് തകർത്തുമ്പോൾ ഫാസിസ്റ്റുകൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം ആ അംബേദ്കർ ദിനം ഓർമ്മയില്ലാതെ പോട്ടെ എന്നൊക്കെയാണ്. ഏതായാലും ഒരു കാര്യം മാത്രം അതിനെക്കുറിച്ച് പറഞ്ഞു നിർത്താം. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷെ അത് ഭൂഷമാക്കുന്ന തെറ്റ്. കുറ്റം മാത്രം തെറ്റും കൂടിയാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക ലോ, ശരീഅത്ത് നിയമത്തെ കുറ്റം പറയുന്നവരുണ്ട്. അതിപ്പോൾ തെറ്റില്ലാത്തൊരു ആരുമില്ല. അതുകൊണ്ട് അത് ഓരോരുത്തർ അവകാശമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു മുസൽമാനെ സംബന്ധിച്ച് അവന് ഏറ്റവും നിർബന്ധമായ ഈ ബാദത്ത് അല്ലെങ്കിൽ സൽക്കർമ്മം എന്ന് പറയുന്നത് നമസ്കാരമാണ്. അങ്ങനെ 5-6 പറയുന്ന കാര്യമാണ്. ആ സൽക്കർമ്മത്തിന് ഒരു സമയമുണ്ട്. ആ സമയം തെറ്റിയ പിന്നെ അത് കള എന്ന് പറഞ്ഞാൽ കുടിശ്ശിക അല്ലെങ്കിൽ ബാധ്യയായിപ്പോയി. അത് അങ്ങനെ തീർക്കാൻ വേണ്ടി മറ്റൊരുത്തൻ്റെ പറമ്പിൽ കൂടി നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ അവിടെ കൈ കെട്ടി, പ്രാർത്ഥനയുടെ ആ പ്രതിജ്ഞ ചൊല്ലി കൈ കെട്ടി അതിൻ്റെ ക്രിയ ചെയ്ത് നടന്നു പോകണം, നിൽക്കാൻ പാടില്ല. എന്നിട്ട് അവൻ്റെ അതിർത്തി വിട്ട് ഓപ്പൺ ഏരിയയിലോ അല്ലെങ്കിൽ അവനൊരു സ്ഥലത്ത് വേണം. അത് മാത്രമേ മറ്റൊരുത്തൻ്റെ പറമ്പിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. അതെങ്ങനെ പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പാടില്ല, നടന്നു പോകണം. അതാണ് ഇസ്ലാമിക ലോ എങ്കിൽ, അതാണ് ശരീഅത്ത് നിയമത്തിൻ്റെ അടിത്തറയെങ്കിൽ, അമ്പലം മാത്രം ഒരു ദേവാലയവും തകർത്ത് ഒരു മുസ്ലിം പള്ളി പണിയില്ല. വൈ? എല്ലാ ദൈവങ്ങളെയും 1,24,000 പ്രവാചകരെ, പ്രോഫറ്റ്മാരെ കൂടി വിശ്വസിച്ചാലേ മുസ്ലിമാവുള്ളൂ. അല്ല മുഹമ്മദ് നബിയെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും മാത്രം വിശ്വസിച്ചാൽ മുസ്ലിമാവില്ല. അപ്പോൾ 1,24,000 പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ളവർ കൊണ്ടും കൂടി വിശ്വസിക്കും. എന്ന് പറഞ്ഞാൽ സഹോദര മതങ്ങളല്ല, അല്ലെങ്കിൽ മറ്റിതര മതങ്ങളല്ല, നമ്മുടെ സഹോദര മതങ്ങളാണ്. അവരെ സ്നേഹിക്കുക. മനസ്സുകൊണ്ട് പോലും ഒരാളെ ദ്രോഹിക്കുന്നത്, മനസ്സുകൊണ്ട് പോലും ഒരാളെ മോശമായി ചിന്തിക്കുന്നത് പാവമാണ്. അപ്പോൾ പിന്നെ ആ ഒരു ചിന്താഗതികളുടെ ഒരു പ്രത്യയശാസ്ത്രം ഒരു കാരണവശാലും അങ്ങനെ അന്യൻ്റെ സ്ഥലത്ത് കയറി പള്ളി പണിയില്ല. ഈ ഭരണാധികാരികൾക്ക് ചിലപ്പോൾ വിവരമില്ലാന്ന് ചോദിക്കാം, എങ്കിൽ അതിൽ നയിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഉപദേശ ബോർഡ്. അവർ ഉലമാക്കളത്തിൽ പുരോഹിതന്മാരാണ്, അറിവുള്ളവരാണ്. അവർ സമ്മതിക്കില്ല. അപ്പോൾ ഇത് ചെയ്യെല്ലാം ഉറങ്ങിക്കിടക്കുന്നതിന് വിളിച്ചു കൊടുത്താൽ, പക്ഷെ അവർക്ക് അഭിനയിച്ചു കിടക്കുന്നതിന് വിളിച്ചു കൊടുത്താൽ പാടില്ല. അവർക്ക് അഭിനയിച്ചുള്ള തട്ടിപ്പാണ്. ഓക്കെ. മറ്റൊന്ന്, ഞാൻ പറഞ്ഞല്ലോ സത്യത്തിൻ്റെ മുഖം വികൃതമാണ്, അത് ശരിയാകില്ല. ഈ മൊയ്തീൻ ഷായെ സംബന്ധിച്ച് സ്വയം തന്നെത്താൻ പുകഴ്ത്താൻ ഈശോ താഴ്ത്തപ്പെടുന്നതാണ് ബൈബിൾ വരും. അവിടെ തന്നെത്താൻ പുകഴ്ത്താൻ പറ്റില്ല. പക്ഷേ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണ്ടേ. ഞാൻ നാളെ വരാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ മുഴുവൻ ശരിയാവില്ല. കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെക്കുറിച്ച് വിലയിരുത്താം. 1969 പറഞ്ഞു, കൊച്ചിയിലെ വിമാനത്താവളം എറണാകുളം ജില്ലയുടെ കിഴക്കൻ വടക്കൻ ഭാഗത്തേക്ക് മാറുമെന്ന്. ചെമ്പറക്കി ഭാഗമാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു 10,000 ഏക്കർ സ്ഥലം. പക്ഷേ അത് വിട്ട് കുറച്ചൊരു മാറിപ്പോയത് മാത്രമല്ല, അത് വന്നിട്ട് 25 വർഷം കഴിഞ്ഞു. ഇത് പറയുന്നത് 1969 എന്ന് പറഞ്ഞാൽ 70 പോയിട്ട് 2000 പണി തുടങ്ങി 25 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 25 വർഷമായി, 50 വർഷമായി. അത് കഴിഞ്ഞ് 1974 എൻ്റെ മൂത്ത മകളെ പ്രസവിച്ചപ്പോഴും ഡോക്ടർ ചോദിച്ചു, പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാനൊരു പേര് വരാം, എന്നാൽ ഈ കുട്ടി വളർന്നു വരാൻ നിൽക്കേണ്ടി അവളെ നമ്പറിൽ അറിയപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. എന്താ കാരണം? ആ കുട്ടി വളർന്ന് 20 വയസ്സ് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ആധാർ കാർഡ് വന്നു. ആധാർ കാർഡ് ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്നത് ഒരു നമ്പറിലാണ്, ആധാർ കാർഡ് നമ്പറിലാണ്. ബാക്കി എല്ലാം പോയി കഴിഞ്ഞു. റേഷൻ കാർഡ് പോലും ഇപ്പോൾ അതില്ല, ഓൺലി ആധാർ കാർഡ്. ഇതിൽ അതൊരു നമ്പറാണ്, ഓൾ ഇന്ത്യ ബേസ്ഡ് നമ്പർ. ആ നമ്പറിലാണ് ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്നത്. സംശയമുണ്ടോ? 50 വർഷം മുമ്പ് നിങ്ങളുടെ സുഹൃത്ത് മൊയ്തീൻ ഷാ പറഞ്ഞതാണ്.
അത് കഴിഞ്ഞ് 1999 2000 ഘട്ടത്തിൽ അങ്കമാലി അരൂർ മെഗാ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു. മെഗാ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ രൂപമാറ്റം വന്നാണെങ്കിലും അത് 25 വർഷം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് പണി കൊടുക്കിയിട്ടുണ്ട്. ആ 90-ന് ശേഷം 2000-ന് ശേഷം 2008-ലോ 2007-ലോ മറ്റോ 2004-ൽ മറ്റോ ആലുവ പെരിയാറിന് കുറുകെ ഒരു പാലം വേണമെന്ന് പറഞ്ഞു. ആ പാലം വന്നു. ആ പാലം വന്നില്ലായിരുന്നെങ്കിൽ മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാർ വഴി കാലടി വഴി അങ്കമാലിക്ക് പോകുന്ന ആ റോഡ് കാലടി പാലം തകർന്നപ്പോൾ ഈ വാഹനങ്ങളെല്ലാം കടന്നുപോയത് ഈ പണിത പുതിയ പാലത്തൂടിയ മാറമ്പള്ളി മഞ്ഞപ്പെട്ടി പാലത്തൂടിയാണ്. ആ പാലമില്ലായിരുന്നെങ്കിൽ ഈ വാഹനമെല്ലാം ആലുവ മാത്തണം പാലത്തും മംഗലപ്പുഴം വല്ലം വരും. അവിടെ ദിവസങ്ങളോളം ബ്ലോക്കാവും. അങ്ങനെ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. അത് കാര്യം. ഇപ്പോൾ നമ്മൾ പറയുന്നത് തലസ്ഥാനം മധ്യകാലത്തും വേണമെന്നുള്ളതാണ്. അതോടുകൂടി നമ്മൾ പിന്നെ ഒരു ചിന്ത ഉണ്ടാവും, പക്ഷേ ഒരു പ്രവർത്തനമില്ല. അവസാനത്തെ പ്രവർത്തനമാണ് ഇതിനുണ്ട്. അത് വിജയിക്കും, സംശയമൊന്നുമില്ല. അതിൽ ബഹുമാന്യരെ ഇനിയിപ്പോൾ ഹിമാചൽ ഹരിയാനയും മഹാരാഷ്ട്രയൊക്കെ പോയി കോൺഗ്രസിൻ്റെ മുന്നണിക്ക് ക്ഷീണം വന്നുകൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് BJPയുടെ സഖ്യം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം 15% വരുന്ന സവർണ വിഭാഗങ്ങൾ, അതിൽ സവർണ മേധാവികൾ തീരുമാനിക്കുന്ന പോലെയാണ് ഇന്ത്യയിലെ ഭരണം, ഇന്ത്യയിലെ എല്ലാം മുന്നോട്ട് പോവുള്ളൂ. അതിൻ്റെ കാര്യം എല്ലാം വെൽ പ്ലാനഡ്, വെൽ സെറ്റപ്പാണ്. ഒന്നാമത് ബുദ്ധി കൊണ്ട് IQ അവർ വളരെ കൂടുതലാണ്. അതൊക്കെയാണ് ബുദ്ധിയാണല്ലോ. മറ്റ് 85% പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾ, അതിൽ ചിന്താഗതി പോലും പിന്നോക്ക അവസ്ഥയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒരു അംബേദ്കറോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ മൊയ്തീൻ ഷായ്ക്ക് വേണ്ടി പറയാം. അങ്ങനെയൊക്കെ ബാക്കി 99% ജനങ്ങളും അവർ ചിന്ത പോലും പിന്നോക്ക അവസ്ഥയിലാണ്. ഇത് പറയാൻ കാരണം, നിങ്ങൾ പേടിങ്ങാലും എന്ത് ചെയ്താലും രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധി അവർ സ്വീകരിച്ചില്ല, മാറ്റി നിർത്തിയേക്കാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്ന സജീവമായ ശേഷം വീണ്ടും ഒന്നുകൂടി ഈ തൃണമൂൽ കോൺഗ്രസ് പോലുള്ള സവർണ നയിക്കുന്ന പാർട്ടികൾ ആത്മാർത്ഥമായിട്ട് അതിന് അനുകൂലമല്ല. കാരണം അവർക്ക് ഈ ക്രിസ്തീയ പാരമ്പര്യമുള്ള പ്രിയങ്ക ഗാന്ധിയുടെ കീഴിൽ നിൽക്കാൻ പറ്റില്ല. അതായത് ഇന്ത്യയിൽ ഫാസിസ്റ്റുകളല്ലാത്ത, ഇന്ത്യയിലെ യഥാർത്ഥ ഹിന്ദുക്കളും മനുഷ്യ സ്ത്രീകളെ ആൾക്കാരുണ്ട്, അവർ പോലും ഒരു ക്രിസ്ത്യൻ മേധാവിത്വത്തിന് തയ്യാറാവില്ല. അപ്പോൾ പിന്നെ ഫാസിസ്റ്റ് തയ്യാറാവുമോ എന്ന് പറഞ്ഞാൽ ഈ രാജ്യം നിയന്ത്രിക്കുന്നത് 15% തന്നെ സവർണ ഒരു വിഭാഗമാണ്. അതിൽ ഏതാണ്ട് 2, 3, 4 അല്ലെങ്കിൽ 5% താഴെ വരുന്ന ഫാസിസ്റ്റുകളാണ്. ഈ രണ്ട് കൂട്ടരും പ്രിയങ്ക വധേരയുടെ നേതൃത്വം സ്വീകരിക്കാൻ തയ്യാറല്ല. അവരൊരിക്കലും അനുകൂലിക്കില്ല. അത് തന്നെയല്ല, രാഹുൽ ഗാന്ധി കാര്യം പറഞ്ഞു, ജാതി സെൻസസ്, അതൊക്കെ വലിയ അപകടം പിടിച്ച കാര്യങ്ങളാണ്. നമ്മൾ വേണ്ടത്ര പ്രായോഗികമായി ചിന്തിച്ചില്ലെങ്കിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്ന BP സിംഗ് പറഞ്ഞ പോലെയാണ്. അവർ ഭരണം പോയി ഏതാനും മാസങ്ങൾക്കുള്ളിൽ. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഭരണം ഉണ്ടായതെങ്കിൽ ആ ഭരണം പണ്ടേ പോയതിനെപ്പോ ഇത് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഭരണം ഇല്ലാത്തതുകൊണ്ട് ഭരണം കിട്ടാവുന്ന സ്റ്റേറ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് ബീഹാറാണ്. ബീഹാറിലും ഇന്നത്തെ ഇന്ത്യ മുന്നണിയുടെ ഈ രാഹുൽ കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഈ മണ്ടൻ ലാലുവിൻ്റെ മോൻ്റെയൊക്കെ പ്രവർത്തനമായിട്ട് അതും ഇത്തവണ BJP കൊണ്ടുപോകും. കൊണ്ടുപോകുന്ന പറയാൻ കാരണം കഴിഞ്ഞ കാല അനുഭവങ്ങളാണ് നമുക്ക് മാതൃകയായിട്ട് എടുക്കുന്നത്. വരുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാം, ചിന്തിക്കാം എന്നല്ല, മാതൃകയായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം അത് എങ്ങനെ ഒരു അറിയില്ലല്ലോ. കഴിഞ്ഞ കാല സംഭവം ആലോചിച്ച് നോക്ക്. 100 സീറ്റ് കോൺഗ്രസ് ബീഹാറിൽ ചോദിച്ചു. ബീഹാറിൽ കോൺഗ്രസ് അടിത്തറ എന്താ? എന്നാൽ ഡോക്ടർ ഗഫൂറൊക്കെ അബ്ദുൽ ഗഫൂറോട് മുഖ്യമന്ത്രിയായിരുന്നു. അൻവർ തൈമൂർ ആസാം മുഖ്യമന്ത്രിയായിരുന്നു. അബ്ദുറഹ്മാൻ ആന്തുലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. മാത്രമല്ല 36 കോടി ജനങ്ങളുണ്ടായിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന തെരഞ്ഞെടുപ്പിൽ 300 MP 100ഓളം മുസ്ലിം MP ഇന്ത്യൻ പാർലമെൻറ്റിൽ. ഇത് കണക്കുകളാണ്. മൊയ്തീൻ ഷാ ഗ്രൂപ്പ് കളവ് പറയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പക്ഷം പിടിക്കുമല്ല, കണക്കുകളാണ്. ലോകസഭയിലെ ഫയൽ നോക്കി അറിയാം. ഇന്ന് ജനസംഖ്യ 140 കോടിയായി. മുസ്ലിം സമുദായം എത്രയുണ്ട്? 30 കോടിയോളം ഉണ്ടെന്ന് കണക്ക് പറയുന്നു. 2011 ശേഷം സെൻസസ് എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നതൊക്കെ ഇപ്പോൾ സംഘപരിവാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഇല്ലീഗൽ ഒരു സെൻസസ് എടുത്ത് കാണും, അവർക്ക് സൗകര്യമുണ്ട്. എന്തോ ആകട്ടെ, ഇപ്പോൾ അത് 20% 30 കോടിയോളുണ്ട്. 30 കോടി ഉണ്ടായിട്ട് എത്രയുണ്ട്?
വളരെ കുറച്ച് പേരുള്ളൂ പാർലമെൻറ്റിൽ. തന്നെയല്ല, ഈ 30 കോടിക്ക് വോട്ടറില്ല, അതിലൊരു 60% വോട്ടറാണ്, ബാക്കി 18 വയസ്സ് താഴെയുള്ളവരാണല്ലോ. എന്നാലും പറയും മൊത്തമാണ്. ഇത്ര പേര് ബ്ലോക്കായിട്ട് ഈ കത്തോലിക്ക കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ ഈ രാഹുൽ ഗാന്ധിയാണ്, ഈ പ്രിയങ്ക ഗാന്ധിയാണ്. അതിൻ്റേതായ എന്തെങ്കിലും ഒരു നേട്ടം ഈ സമുദായത്തിൽ കൊടുത്തിട്ടുണ്ടോ? കേരളത്തിൽ പോലും ഞാൻ തുറന്ന് പറയാണ്. കാരണം വളരെ വ്യക്തമായിട്ട് പേടിക്കാനും വെള്ള എന്നോട് ഞാൻ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ എതിർക്കേണ്ടി മനസ്സിലാകുന്നതാണ്. ഐ നോ വെരി വെൽ, ബിക്കോസ് ഞാൻ അല്പം മനഃശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, എനിക്കെല്ലാം മനസ്സിലാവും. ആയിക്കോട്ടെ, എന്നാലും സത്യം പറയാതിരിക്കാൻ പറ്റുമോ? അത് കളവ് പറഞ്ഞ് അടുക്കുന്നതിനേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് അകലുക എന്ന പോളിസിയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ സത്യം പറയും, നിങ്ങൾ ഉൾപ്പെട്ടാലും ഇല്ലെങ്കിലും. അതാണ് അവസ്ഥ. എന്ത് ചെയ്തിട്ട് ഇപ്പം കേരളത്തിൽ KPC പ്രസിഡന്റ് മാറ്റാൻ പോകുന്നു എന്നൊരു ധാരണ വന്നു. അപ്പോഴേക്കും പറഞ്ഞു ഈഴവൻ വേണം, ക്രിസ്ത്യാനി വേണം, മറ്റു വേണം, മറിച്ച് വേണം. അപ്പോൾ ഒരു മുസ്ലിമിന് പേര് വേണമെന്ന് ആരും പറയാൻ പറ്റില്ല. ചിന്ത പോലും വരുന്നില്ല. കാരണം എന്താ, ഈ ഇന്ത്യൻ കേരള ജനസംഖ്യയിൽ ഏതാണ്ട് 1/3 വെച്ചോ, 1/3 വരുന്ന മുസ്ലിങ്ങൾ 1,10,00,000 മറ്റുള്ളൂ. അതിൽ കേവലം 25% ഈ മുസ്ലിങ്ങളുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരുള്ളൂ. അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്തുകൊണ്ട് ബാക്കി കോൺഗ്രസ് ഇത്രയും കാലം മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിയാണ് ഇത്രയും കാലം ഭരിച്ച് ഈ അന്തോണിയും ഉമ്മൻചാണ്ടിയൊക്കെ മുഖ്യമന്ത്രിയായത്, കരുണാകരൻ ഉൾപ്പെടെ. ഇനി ഇത് നടക്കൂലെന്ന് പറഞ്ഞത് ബക്രസംഖ്യ പറയും പോലെ ഇനി പറ്റൂല. ഇതുകൊണ്ട് ഞങ്ങൾ പറയാണ് ഇനി ഇത് പറ്റൂല. പിന്നെ എന്ത് പറ്റും? ജനസംഖ്യക്ക് ആനുപാതികമായി എല്ലാവർക്കും അതിൻ്റെ റേഷ്യോ അനുസരിച്ച് പ്രപ്പോർഷൻ എന്ന് പറയും ആയിട്ട് വേണം. എല്ലാ ജാതിക്കും വേണം, അല്ലെങ്കിൽ എല്ലാ സമുദായത്തും, അല്ല ഒരു സമുദായത്തിൽ മാത്രമല്ല. അപ്പോൾ 10% ഉള്ളവർക്ക് 30% ഉള്ളവർക്ക് 10% കൊടുക്കുന്ന രീതി മാറ്റിയിട്ട് ജനസംഖ്യാനുപാതികമായ സവനം തെരഞ്ഞെടുപ്പിൽ വേണം, പഠനത്തിൽ വേണം, ഉദ്യോഗത്തിലും വേണം. അതാണ് നീതി. അപ്പോഴും നീതിയാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇത്രയും ആളുണ്ടായിട്ട് ഒരു മുസ്ലിമിൻ്റെ KPC പ്രസിഡന്റ് ഒരിക്കലും നിങ്ങൾ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ചിന്തിക്കും, മുസ്ലിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ലോ. കാരണം ഹസൻ സാഹിബ് ഏത് കണ്ടീഷനിലാണ് KPC പ്രസിഡൻ്റായിട്ട് തൽക്കാലം വച്ച് ഇപ്പോൾ കൺവീനറായിട്ട് വെച്ചൊക്കെ. ഞങ്ങൾ നിരന്തരമായി ഈ പ്രവർത്തനം 8 വർഷമായി ഈ കാര്യം വിളിച്ചു പറഞ്ഞ് അങ്ങനെ വിളിച്ചു പറഞ്ഞ് കേട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് സഹിക്കാൻ പറ്റാതെ നാണം കെട്ടിട്ടാണ് അവസരം കൺവീനർ സ്ഥാനം കൊടുത്തത്. ഇത് ഹസൻ സാഹിബ് പറയുന്നുണ്ടോ? ഹസൻ സാഹിബ് സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും മഹലിലായിട്ട് പുള്ളി വെള്ളമുണ്ടോ? ഹസൻ സാഹിബിൻ്റെ മറ്റു പതിപ്പാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തെങ്ങനെയാണെന്നറിയോ? പാർലമെന്റ് വിട് ദൃഢപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഇത് യുക്തിവാദികളുടെ നിരീശ്വരവാദിയതാണ്. യുക്തിവാദികൾ ദൈവം ഇല്ലെന്നല്ല, യുക്തി വിശ്വാസങ്ങൾ. നിരീശ്വരവാദിച്ചാൽ ഗോഡ് ഇല്ല, ദൈവം ഇല്ലെന്ന് പറയുന്ന അവർ മാത്രമാണ് ഇന്ത്യൻ അസംബ്ലി പാർലമെന്റിലും എന്ത് ചെയ്യുന്നത്? ദൃഢപ്രതിജ്ഞയുള്ളൂ. സഖാക്കൾ ചിലപ്പോൾ ചെയ്യും. നമുക്ക് അവർ നിരീശ്വരവാദികളാണല്ലോ, അവർ മതം ഇല്ലല്ലോ അവർക്ക്. മറ്റ് സഖാക്കളിൽപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി അവർ സത്യപ്രതിജ്ഞ ദൈവനാമത്തിലാണ്. എന്നിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി അനുവദിച്ച ആ കോട്ട കിട്ടി അതിൻ്റെ പേരിൽ നെഞ്ചു വിരിച്ച് പാർലമെന്റിലും അസംബ്ലിയിലും ഷൈൻ ചെയ്യുന്ന ഷാഫി പറമ്പിൽ നിങ്ങൾ ചെയ്തതിൻ്റെ എന്തുമാത്രം അന്യായമാണ്, വഞ്ചനയാണെന്നറിയാമത്. എന്ത് പോട്ടെ, അങ്ങ് ദേശീയ മുസ്ലിമാണ്, അദ്ദേഹത്തിന് KPC പ്രസിഡന്റാക്കപ്പോൾ ഞാൻ അത് പറഞ്ഞു. അതേക്കാൾ ഞാൻ ഇന്നലെ പറഞ്ഞു, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാളെ KPC പ്രസിഡന്റ് അല്ലെങ്കിൽ UDFൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ കൺവീനറായിട്ട് വഹിക്കുന്നതാണ് ഉചിതം. എന്നുവെച്ചാൽ അത് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ആകെ 16% 6% ദളിതുകളാണ്, ബാക്കി 10% ഉള്ളൂ. എങ്കിൽ പോലും ചില പ്രത്യേക സാഹചര്യത്തിലും അവർക്ക് ചില പ്രിവിലേജിൻ്റെ വെച്ചോ, ക്രിസ്ത്യൻ സമുദായത്തിൽ പ്രിവിലേജിൻ്റെ വെച്ചോ നമുക്ക് കൊടുക്കാം. നമ്മുടെ സുഹൃത്തുക്കളെ, സഹോദര സമുദായത്തിലെ അങ്ങനെ ആൾ വഹിക്കുമ്പോൾ ഇന്ന് PG കുര്യൻസാണ് പ്രായമുണ്ടെങ്കിലും ഏതാണ്ട് ഉമ്മൻചാണ്ടി പോലത്തെ ഒരു എല്ലാ സഭയും ഏതാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ. ചില പോരായ്മയുണ്ട്, അത് ചിന്തിക്കുന്നില്ലല്ലോ. PG കുര്യൻസാർ ചിന്തിക്കുന്നില്ല. പിന്നെ ആരാള്? KV തോമസ് മാസ്റ്റർ, അദ്ദേഹം പോയി, പാർട്ടി വിട്ട്. PC ചാക്ക പോയി, ഉമ്മൻചാണ്ടി മരിച്ചു. പിന്നെ ആരാണ് നിങ്ങൾ വഹിക്കുന്നത്? പിന്നെ കണ്ട് കൊടിച്ചറിയോ?
സുധാകരനെ മാറിയിരിക്കുമ്പോൾ പിന്നെ വരുന്നത് കെ കെ പിന്നെ ബാബു ഈഴ വിഭാഗത്തിൽപ്പെട്ടാണ്. അദ്ദേഹത്തെ പറ്റിയ കുഴപ്പം, അദ്ദേഹം അങ്കാലിക്കാരൻ ബാബു നിർമ്മ ക്രിസ്ത്യായിട്ട് എല്ലാം ധരിച്ചിരുന്നത് പലരും. പക്ഷേ വെള്ളാപ്പള്ളി ചോമാർ ലിസ്റ്റിൽപ്പെടുത്തി MLA ഇപ്പോൾ. അപ്പോൾ ആൾക്കാർ മനസ്സിലായി, എടാ ഇവ വേഷം മാറി എന്ന കള്ളനാണല്ലോ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തില്ല. അങ്ങനെയാണ് തോൽപ്പിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം സംഘപരിവാറായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റായി. അതെന്ന് വെച്ചാൽ കളമശ്ശേരിയിൽ ആ കണ്ണായ സ്ഥലം ഇബ്രാഹിം കുഞ്ഞും ബാബു കൂടിയാണ് RSSന് കൊടുത്തത്. അപ്പോൾ അവർ വോട്ട് കിട്ടിയോടെ, അതുകൊണ്ട് തൽക്കാലം ചെറിയ ജയിച്ചത്. അങ്ങനെ ഒരു ബാബുവില്ല. പിന്നെ ആരാ ഉള്ളത്? എന്നിട്ട് പറഞ്ഞത് അടൂർ പ്രകാശ്. കഴിഞ്ഞ മന്ത്രി ഭരണം പോകാൻ കാരണം പ്രധാന കാരണം 3 നേതാക്കൾ അടൂർ പ്രകാശ്, ഉമ്മൻചാണ്ടിയും ശിവകുമാറുമാണ്, നമ്മുടെ ട്രിവാൻഡ്രത്തുകാരൻ. അവർ 3 പേരും കൂടിയാണ് ഉമ്മൻചാണ്ടി ഈ അങ്ങോട്ട് അറുമുക്കൽ ഇത് കടുപിട്ട് കൂട്ടി 800 നിയമം ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഉമ്മൻചാണ്ടി 800 നിയമം കടുപിട്ട്. എന്താ കാരണം? ഇത്തവണ UDF വന്നാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവില്ല, മുഖ്യമന്ത്രി സുധീരനോ രമേശ് ആകും. എന്നിട്ട് ഞാൻ സരിത പെണ്ണ് കേസ് കോടതി കയറി ഇറങ്ങണം, കോടതി വരാതെ നിൽക്കണം. കരുണാകരനെ വെല്ലുന്ന ഉമ്മൻചാണ്ടി, കരുണാകരൻ്റെ തന്ത്രത്തെക്കാൾ വലിയ തന്ത്രം ഉമ്മൻചാണ്ടിയെ സമ്മതിക്കുമോ? അപ്പം അങ്ങോട്ട് പോട്ടിയെന്ന് വെച്ച് അത് പിണറായിട്ട് ഒരു ധാരണ എത്തി. എന്നറിയോ, ഭരണം നിങ്ങൾക്ക് തരാം, എന്നെ ഉപയോഗിക്കരുത്. ഇല്ല സഖാവ് നിങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് ഉപയോഗിച്ച മരിക്കൾ ഉപയോഗിച്ചിട്ടില്ല. പെണ്ണേഴ്സിൻ്റെ അയക്കുന്നത് ഇടതുപക്ഷം മാത്രമല്ല, അത് വെള്ളപ്പള്ളി മറ്റേ PC ജോർജ് കൂടിയാണത് അത്രയും നാണം കെടുത്ത്. അതിൽ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ഈ ഷാഫി പറമ്പിൽ, ഞാൻ ആദ്യം ഷാഫിയുടെ മൈനസ് പോയിന്റ് ഞാൻ പറഞ്ഞു, എങ്കിലും ഇപ്പോൾ പറയാണ് ഷാഫി പറമ്പിൽ ഏതാണ്ട് ഇപ്പോൾ ഫിറ്റായ ഒരാളാണ് KPC പ്രസിഡന്റാക്കാൻ എല്ലാം കൊണ്ടും. ആ ചിന്ത വരില്ല. ഇപ്പോഴും ഈ ചെറിയ വോട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി കണ്ട് മുസ്ലിങ്ങൾ സമുദായത്തിൽ വോട്ട് കിട്ടി UDF ഭരിക്കാൻ വേണ്ടി കുപ്പായം തുന്നിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, ഒരു രക്ഷ. ഈ സോണിയ കോൺഗ്രസും രാഹുൽ ഗാന്ധി കോൺഗ്രസും അല്ലെങ്കിൽ മറ്റേ ഈ കത്തോലിക്ക കോൺഗ്രസ് വിചാരിച്ചാൽ കേരളത്തിൽ ഇനി ഭരണം വരാൻ സാധ്യത കുറവാണ്. ചെയ്യണമെങ്കിൽ ഉമ്മൻചാണ്ടി ആ മുസ്ലിങ്ങൾക്ക് മാന്യമായി അംഗീകാരം കൊടുക്കുന്നത് 8, 7, 10 മന്ത്രിമാരെ വെച്ചപ്പോഴേ ഒരാളെങ്കിലും, ഞാൻ പറഞ്ഞത് എനിക്ക് പ്രത്യേക താല്പര്യം, എനിക്ക് മന്ത്രി ആവശ്യമില്ല. ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കുകയാണ്. ഞാൻ അതിനെല്ലാം മറുപരുന്നിട്ട് തടയിട്ട് പോകുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ അഹമ്മദ് സാഹിബിന് കൊടുത്തു, അപ്പോൾ അത് മതി എന്ന് പറയുമ്പോൾ അവർ പറയാം അങ്ങനെയാണ്. ഇങ്ങനെ 6-7 മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയില്ലേ? അത് 7 മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുള്ള കേരളത്തിൽ. അതിൽ ഒരു വിഭാഗത്തെ മാത്രമല്ല കൊടുത്ത്, അത് ഒരാൾക്ക് കൊടുക്കാൻ മതി. ഉമ്മൻചാണ്ടി ശ്രമിച്ചോ, മൻമോഹൻ സിംഗ് ശ്രമിച്ചോ, സോണിയാഗാന്ധി ശ്രമിച്ചോ. നിങ്ങളൊരു വോട്ട് ചെയ്യുന്ന പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഈ സമുദായത്തെ എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല, ചോദിക്കാൻ മണ്ടന്മാരാണ്, ചോദിക്കില്ല. അങ്ങനെ മുൻപേച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ അറബിക് സർവകലാശാല തെളിഞ്ഞില്ല. അതിൻ്റെ കാരണം കൊണ്ടാണല്ലോ പല കാരണങ്ങളും. ഒരു മെയിൻ കാരണം UDF പോകാൻ കാരണം അതാണ്. മലബാറിലെ മുസ്ലിങ്ങൾ കുറേ പേർ വോട്ട് മാറി ചെയ്ത്. അങ്ങനെയാണ് 99 സീറ്റിൽ നിന്നത്. ഇപ്പോൾ ഇതാകത്തെ അവർ കാര്യം മനസ്സിലാക്കി അതിൽ അപകടമുണ്ടെന്ന്, അത് മാറിയെന്ന്. ഇങ്ങനെ ചെയ്തിട്ടും സ്വർണ്ണ തളികയിൽ ലീഗിൻ്റെ തങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നാൽ ലീഗ് തളികയിൽ ഇപ്പോൾ കേരളത്തിൽ മലയാളികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ 5-6-7 പേരിൽ ഒരാൾ മുഖ്യമന്ത്രി ആക്കുന്നതാണ് ഈ ദിവാസ്വപ്നം കാണുന്നത്. മഹാരാഷ്ട്ര ദിവാസ്വപ്നം കണ്ട് പോയി തകർന്നുപോയി. ഹരിയാന ദിവാസ്വപ്നം കണ്ട് ഈ മണ്ടന്മാർ അവിടെ പോയി. ഇനി ബീഹാറിൽ വരാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവിടെയും കളിമറക്കും. കാരണം നിങ്ങൾ പറയുന്ന രാഷ്ട്രീയമല്ല രാഷ്ട്രീയ യുക്തി. നിങ്ങൾ ഈ പാരമ്പര്യമായിട്ട് അച്ഛനും മോനും അമ്മയും മോനും അങ്ങനെ എല്ലാ പാർട്ടിയിലും, കോൺഗ്രസിൽ മാത്രമല്ല മറ്റു പാർട്ടിയിലെല്ലാം. BJP ഇവിടെ അച്ഛൻ മോനും എടുത്തിട്ടുണ്ട്. അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അവർക്ക് ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ തെറ്റും ചെയ്യാൻ വേറെ കാര്യം. അവർ ജയിക്കാൻ സംവിധാനമുണ്ട്. ഇതിൻ്റെ ഈ മഹാരാഷ്ട്രയിൽ ഇത്ര അനുകൂലമായ ഘടകം ഉണ്ടായിട്ടും ഈ കത്തോലിക്ക കോൺഗ്രസ് നയിക്കുന്ന പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് ചെയ്തില്ല. ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഈ ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് അർമാദിച്ചപ്പോൾ അത് 10,000 ഇരട്ടി വലിപ്പത്തിലാണ് വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഈ മഹാരാഷ്ട്ര ഇലക്ഷനിൽ അവർ വീട് തോന്നിയത്. അവർ പേടിച്ചുപോയി. കാരണം ലീഗിൻ്റെ എന്നിട്ട് അർമാദിച്ച് ലീഗിൻ്റെ ഭാര്യ വീട്ടിൽ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നു. അതൊക്കെ തെറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ എൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. പാർശ്വഫലം ചെളിയിൽ തല്ല നീളത്തെറിക്കുന്ന മുമ്പിൽ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയ രാഷ്ട്രീയക്കാരനാവുള്ളൂ. അപ്പോഴും നിങ്ങൾ രാഷ്ട്ര മീമാംസനാവുള്ളൂ, ഒരു രാഷ്ട്രീയ തത്വജ്ഞാനിയാവുള്ളൂ. അല്ലാതെ വെറുതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നില്ല. മോഡിക്ക് വർഷങ്ങളും 10-50 വർഷം RSS ആണ്. RSS അതിൽ നിന്ന് അതിൻ്റെയെങ്കിലും ചില തത്വങ്ങളും സംഹിതകളും പഠിച്ചിട്ടുണ്ട്.
അങ്ങനെ ഏതെല്ലാം കോച്ചിങ് ക്ലാസ് ഈ രാഹുൽ ഗാന്ധി പോയിട്ട് പ്രിയങ്ക പോയിട്ട് ഈ വല്യപ്പ പോയിട്ട് പേര് പറഞ്ഞ് ആളെ കൂട്ടാന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ്? എത്ര യൂണിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? എത്ര സ്ഥലത്ത് വോട്ടിംഗ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ സഹായിച്ചിട്ടുണ്ട്? പറയണത് എല്ലാം BJP കൊടുത്ത് സംഘപരിവാരെ കൊടുത്തിട്ട് നിങ്ങൾ വാപിളിച്ചിരിക്കാം. നിങ്ങൾക്ക് ചന്തിലെ പൊടി തട്ടി വീണ്ടും BJPക്കോ അല്ലെങ്കിൽ സപ്പോർട്ട് ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഒരു 85% വരുന്ന പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങളുണ്ട്. അവരെ നില ക്ലിയറാവൂല, ബുദ്ധിമുട്ടിലാവും. അതാണ് ഈ പറയുന്നത്. ഇത് സുധാകരൻ മനസ്സിലാകുന്നില്ല. ഇത് ഒരു കാര്യം പറയാം, ഒരു ഈഴവനെ മുഖ്യമന്ത്രിയാക്കണം, പിന്നെ ഈഴവനെ KPC പ്രസിഡന്റ് ആകണം എന്നുള്ള ചിന്തയുണ്ട്. തെറ്റെന്ന് ഞാൻ പറയില്ല, കാരണം 25% വരുന്ന ഈഴവനാക്കാം. പക്ഷേ ഈഴവരിൽ എത്ര ശതമാനം വോട്ട് കോൺഗ്രസ് കിട്ടുന്നുണ്ട്? ഞങ്ങളുടെ കണക്കാച്ചാൽ ഈ 70 to 80%, ഇപ്പോൾ 80% കഴിഞ്ഞ ഇലക്ഷൻ കിട്ടാൻ പിണറായി മുഖ്യമന്ത്രി. ഈ 70 to 80% ഈഴ വോട്ടും കൊടുക്കുന്നത് CPM LDFനാണ്. ബാക്കി എത്രയുണ്ട്? 20%. അതാണ് കോൺഗ്രസിനും BJPക്കായിട്ട് പോകുന്നത്. ഇത്തവണ പ്രത്യേകിച്ച് കുറച്ചുകൂടി വോട്ട് കൂടുതൽ BJP പോകും ഈഴവല്ലേ. അപ്പോൾ ബാക്കി എത്ര ശതമാനം കിട്ടും? ഒരു 10-12% പോലും വോട്ട് കിട്ടില്ല ഈഴവൻ്റെ വോട്ട്. ആ 15% വോട്ട് കിട്ടുന്ന ഒരു വിഭാഗത്തിന് എല്ലാ സ്ഥാനവും കൊടുത്തിട്ട് നിങ്ങൾ മുഖ്യമന്ത്രിയാക്കാൻ നോക്കിയാൽ KPC പ്രസിഡന്റ് നോക്കി ഭരണം കിട്ടുമോ? നിങ്ങൾ സുധീരനെ വെച്ചല്ലോ, മുല്ലപ്പള്ളി വെച്ചല്ലോ, മറ്റേ ഇത് വെച്ചല്ലോ, ഇപ്പം സുധാകരനെ വെച്ചല്ലോ. ഞാൻ പറഞ്ഞ വൈകി തെറ്റെന്ന് പറയുന്നില്ല, പക്ഷെ വോട്ട് നോക്കണ്ടേ? അതിൽ ഇപ്പം നിങ്ങൾ കൊണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്, ആൾ ദൈവമുണ്ട്, എന്താണ് വാര്യർ. ഈടോ KPC പ്രസിഡന്റ്, UDFന്റെ കൺവീനറെ, ഒരാൾക്ക് ഒരു വോട്ടോളം സിസ്റ്റം നിങ്ങൾ മറന്നോ? വാര്യർ സമുദായം നോക്കി എത്ര ഉണ്ട് കേരളത്തിൽ? 10,000 പേരുണ്ടോ? ഇനി നമ്പൂരി 14,000 വേണ്ടോ? ഒരു നമ്പൂരിയൊക്കെ നിർത്തി കേരള അസംബ്ലി കണ്ടിട്ട് വർഷം എത്രയോ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു നമ്പൂരി ഇന്ത്യൻ കേരള അസംബ്ലിയിലില്ല, പാർലമെന്റിലും ഇല്ല. രാവിൻസിന്റെ പേര് പറയാം, കേരളത്തിലുണ്ട്. ഒട്ടാക്ക് പറ്റുന്നില്ല, നിർത്തി വോട്ട് ചെയ്യുന്നില്ല, ജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അതെങ്ങനെയാണെന്നറിയുമോ? നാരായണ വിശ്വപൗരനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്നിട്ട് കൂടി ഒറ്റപ്പാൽ റിസർവേഷൻ സീറ്റിൽ നിന്ന് ജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ കോൺഗ്രസ്. പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പറ്റുമായിരുന്നുള്ളൂ. ആരാണ് നാരായണൻ? ഇസ്രഡാർ ബൂട്ടെ പോലെ വിശ്വപൗരത്വമുള്ള ആളാണ്. ഒരു പരാതിയില്ലാത്ത ആൾ, ഒരു പരാതിയില്ല. പക്ഷെ ദളിതനായിപ്പോയി, അതുകൊണ്ട് ഒറ്റപ്പാൽ നിന്ന് ജയിപ്പിച്ച്. അല്ലെങ്കിൽ ആ റിസർവേഷനിൽ ഒറ്റ അസംബ്ലിയിലെ പാർലമെന്റിൽ ഒറ്റ ദളിത് കയറുമോ? ഇപ്പം 116, ഇപ്പം 120ഓളം MP പാർലമെന്റിലോട്ട് ദളിത്. എന്താ ആ ഭരണഘടനയിൽ നിന്നുള്ള അതുപോലെ നിയമം എല്ലാവർക്കും ഗുണം പറഞ്ഞു, അതങ്ങനെ നിർത്തി. ഇനി പിന്നെ എന്താണ് വാര്യർ, എന്താണ് BJP വാര്യർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കാമെന്നത്? മലയാളത്തോട് ഒരു സ്ഥലത്തും കൊണ്ട് കെട്ടിവെച്ച കാശ് കിട്ടുന്നില്ല, പിന്നെ അങ്ങനെ സീറ്റുകൾ എന്തിനാ? ആ വാര്യരെയാണ് ഇപ്പൊ കോൺഗ്രസ് പൊക്കി ദയവായിട്ട് കൊണ്ടു നടക്കുന്നത്. നടന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് വോട്ടാവൂല. അതാ മനസ്സിലാക്കേണ്ടത്. വോട്ട് കിട്ടി നിങ്ങളില്ല, വോട്ട് കിട്ടി നിങ്ങൾ ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക പോലെ ആൾക്കൂട്ടം ഉണ്ടാക്കാതെ ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ട് ലിസ്റ്റ് പേര് ചേർക്കാം, എന്നിട്ട് അവർക്ക് വോട്ട് ചെയ്യിക്കുക. വോട്ട് എണ്ണുന്നവരും അതിൻ്റെ പുറകെ ഏജന്റുമാർ കാത്തിരിക്കുക. കേരളത്തിൽ ഇതുവരെ മിഷൻ വലിയ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇലക്ഷൻ മിഷനിൽ കംപ്ലൈൻറ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങൾ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഇതേവരെ എന്ത് ചെയ്തു? നിങ്ങളുടെ ചിദംബരം എന്ത് പറഞ്ഞു? ഇവിടെ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിൽ പരാതി അദ്വാനിയാണ്, LK അദ്വാനിയാണ്. LK അദ്വാനി EVM ജനാധിപത്യം തകർക്കും എന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ടുണ്ട്. ആ സ്ഥിതി ഇന്ന് BJPക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടോ? ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ് സർ. ആ ഒറ്റ കാരണം അത് EVMൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാം, സാധാരണക്കാർക്കും പറഞ്ഞു കൊടുക്കാൻ. ഇതാണ് സൈക്കോളജി. LK അദ്വാനിയാണ് ആദ്യമായിട്ട് പരാതിയുണ്ട്, ഇലക്ഷൻ വോട്ടിംഗ് മിഷനിൽ പരാതിയുണ്ട്, അങ്ങനെ വന്ന് ജനാധിപത്യം പോകും എന്ന് ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ പരാതിപ്പെട്ട് LK അദ്വാനിയാണ്. അത് BJPയുടെ ആളല്ലേ, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർക്ക് ആയിരുന്നല്ലേ, ആഭ്യന്തരമന്ത്രി ആയിരുന്നല്ലേ. ഇന്ന് BJPക്ക് ഒരു കുഞ്ഞിന് പോലും വോട്ടിംഗ് മിഷനിൽ പരാതിയില്ലല്ലോ. അവിടെ മനസ്സിലാക്കണ്ടേ? അതൊന്നും ചിന്തിക്കാതെ വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കാതെ വോട്ട് ചെയ്യിക്കാതെ ഈ ആൾക്കൂട്ടം കൂടി അമ്മയുടെ മൂക്കും തലമുടിയും വെച്ചു നടന്നാലും വോട്ട് കിട്ടില്ലെന്നേ. വോട്ട് കിട്ടണമെങ്കിൽ ഒരു വോട്ടും ജയിച്ചാൽ മതി. അല്ല, വയനാട്ടിൽ നിന്ന് 4 ലക്ഷം 5 ലക്ഷം വോട്ട് കിട്ടി ജയിച്ച് വെച്ചത് 10 സീറ്റിൻ്റെ ഒറ്റ സീറ്റിലുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം കേരളത്തിൽ BJP വളർന്നുകൊണ്ടിരിക്കുന്നത്. BJPയുടെ അണ്ടർഗ്രൗണ്ട് വളർച്ച നിസ്സാരമല്ല.
അത് കോൺഗ്രസ്സുകാർക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രിയങ്കയ്ക്കൊന്നും രാഹുൽ മനസ്സിലാവില്ല, അവരൊക്കെ ഒരു പാവകളല്ലേ. മനസ്സിലാകുന്ന ഏതെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവുണ്ടോ? എന്താണ് അപകടം? ഈ വയനാട്ടിൽ കൊണ്ടുവന്ന് ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ, കാലിടയെന്ന് പറഞ്ഞാൽ തെറ്റായി പോയി, തെറ്റവാക്കുക, കാലിൻ്റെ അടിയിൽ നിന്ന് പാൽവെല്ലിൽ എത്തേണ്ട ഗതികേട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുത്തിയപ്പോൾ, അല്ലെങ്കിൽ പ്രിയങ്കയ്ക്കും രാഹുലും വരുത്തിയപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എത്ര കണ്ട് ആഴത്തിലും ശക്തിയിലും നിങ്ങൾ വീണുപോയി. അതാണ് മഹാരാഷ്ട്ര പോയത്, അതാണ് കേരളത്തിൽ BJP വളർന്നത്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സുധാകരനൊക്കെ പൊടി തട്ടി BJPയിൽ പോകുന്നേ. ഒരു വിഷയമല്ല, ഒറ്റ പ്രസ്താവന മതി. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ മോഡി കഴിച്ച് കൈകൾക്ക് ശക്തി കൊടുക്കണം നല്ലത് തോന്നിയാൽ അങ്ങോട്ട് പോയി തന്നെ അവർക്ക് എന്തെങ്കിലും കിട്ടുകയും ചിലപ്പോൾ. ബാക്കിയുള്ളവർക്കോ? അപ്പോൾ ഈ എളുപ്പവഴി ക്രിയ ചെയ്താൽ ഭരണത്തിൽ കയറാൻ പറ്റില്ല. എല്ലാവർക്കും തുല്യനീതി കൊടുത്തില്ലെങ്കിൽ ഭരണത്തിൽ കയറാൻ പറ്റില്ല. മാത്രമല്ല, നിങ്ങൾ പണിയെടുക്കണപ്പാ, പണിയെടുക്കുന്നതാണ്. നിങ്ങൾ രാഷ്ട്രീയം കതർ ഷർട്ടൊക്കെ ഒന്ന് ചുളങ്ങിട്ടെ, നിങ്ങൾ ബൂത്ത് അടിസ്ഥാനത്ത് പേരിയർക്ക് അതിൻ്റെ കള്ളപ്പേരായിട്ട് അവരെ മാറ്റാൻ സമ്മതിക്ക്, എന്നിട്ട് വോട്ട് ചെയ്യിക്ക്. സ്ഥാനാർത്ഥികൾക്ക് ഇതിപ്പോൾ 2026 ഇത് 24 തീർന്നല്ലേ, 25 26 1.5 വർഷമുള്ളൂ. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഓരോ മണ്ഡലം നിശ്ചയിച്ച് സ്ഥാനാർത്ഥികൾ കൊടുക്ക്. നിങ്ങൾ മറ്റേ ഇതല്ലേ വാര്യർക്ക് സീറ്റ് കൊടുത്തുക്കോ, കുഴപ്പമില്ലെന്നേ. പക്ഷെ അതുപോലെ എല്ലാവർക്കും ആനുവാദികൾ കൊടുക്കുക, എന്നിട്ട് അവിടെ വർക്ക് വോട്ടേഴ്സിന് പേര് ചേർക്കാൻ പറയാം. ഇത് അവസാന നിമിഷം എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. അപ്പോഴേക്കും ഗ്രൂപ്പ് 10 പേര് നിശ്ചയിക്കും, ഒരുത്തൻ കിള്ളി ബാക്കിയുള്ള എതിരാവും. അത് സ്വാഭാവികമാണല്ലോ. പരമാവധി സ്ഥാനാർത്ഥി എണ്ണം കുറക്ക്, 1-2 പേര് കൊടുക്കുകയുള്ളൂ സെലക്ട് ചെയ്തിട്ട്. എന്നിട്ട് അവർ ഒരു 5-8 മാസം 1 വർഷം മുമ്പ് മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പറയാം. അവർ വോട്ടേഴ്സ് പേര് ചേർക്കട്ടെ. അല്ലാതെ എളുപ്പവഴി ക്രിയ ചെയ്താലൊന്നും ഈ കേരളം ഭരിക്കാന്ന് വിചാരിക്കണ്ട. കുഞ്ഞാക്കെങ്കിലും ഫോറിൻ ഫണ്ട് ലീഗുകാർ കുറേ പേര് ഗൾഫിലുണ്ട്, പണിയെടുത്ത് കാശുണ്ട്. എന്ത് എന്നാലും 5000 10,000 50,000 ലക്ഷം അങ്ങോട്ട് കൊടുത്ത് അതുകൊണ്ടൊന്നും വോട്ട് മാറൂലെന്നേ. അപ്പോൾ കോൺഗ്രസ്സുകാർ UDF പറയാനുള്ളൂ, കേരളത്തിലെങ്കിലും, കേരളം മാത്രമല്ല മറ്റൊരു ദേശീയ ലെവലിൽ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല, കേരളത്തിലെങ്കിലും UDF നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുക്കണം, നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം, കാര്യമായിട്ട് എല്ലാവർക്കും പരിഗണിക്കണം. അല്ലാതെ ഉള്ള സ്ഥാനം മുഴുവൻ ചില വിഭാഗങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പറഞ്ഞ് വോട്ട് ചെയ്യില്ല. അപ്പോൾ പഴയ കാല ബുദ്ധി, എല്ലാവർക്കും സാമാന്യ ബുദ്ധിയുണ്ട്, ബുദ്ധിയില്ലാന്ന് വെച്ചാലും പറ്റില്ല, ജനങ്ങൾ വളർന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അപകടമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.